മക്കളെ, നമ്മളിന്ന് എക്സാമിന് ചോദിക്കാൻ പോകുന്ന 4 കവിതയുടെ ആശയമാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എക്സാമിന് ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യമായിരിക്കും ഉണ്ടാവുക. 4 കവിതയാണ് പ്രത്യേകമായിട്ടും നമ്മൾ ആശയം പഠിച്ചു വെക്കേണ്ടത്. ഒന്നാമത്തത് മേരെ ദുനിയാ കെ തമാം ബച്ചെ, ഏക് തിനുക്ക, അതുപോലെ തന്നെ പൈദൽ ചൽത്താ ഹുവാ ആദ്മി, സിലാ ബീൻതി ലടുക്കിയ. ഈ 4 കവിതയുടെയും ആശയം കൃത്യമായിട്ട് എഴുതി പഠിച്ചു വെക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇതിൻ്റെ 4 മാർക്ക് നേടാൻ പറ്റും. വളരെ സിമ്പിളായ രീതിയിലാണ് ഇവിടെ 4 കവിതയുടെയും ആശയം തന്നിരിക്കുന്നത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. മേരെ ദുനിയാ കെ തമാം ബച്ചെ, अदनान काफिल दरवेश ने लिखा हुआ एक प्रतीकात्मक कविता है मेरे दुनिया के तमाम बच्चे. अदनान काफिल दरवेश എഴുതിയ മേരെ ദുനിയാക്കെ ഒരു പ്രതീകാത്മകമായ കവിതയാണ് മേരെ ദുനിയാക്കെ തമാം ബच्चे. कवि बच्चे के द्वारा एक नई दुनिया की स्थापना करना चाहते हैं. കുട്ടികളിലൂടെ ഒരു പുതിയ ലോകം സ്ഥാപിക്കാൻ കവി ആഗ്രഹിക്കുന്നു. കവി कहता है कि बच्चे दीवारों छेद कर दुनिया को नई आंखों से देखेंगे. दुनिया എന്നാണ്. കവി कहता है कि ബच्चे ദീവാരോ ചെദ്കർ, കവി പറയുകയാണ് കുട്ടികൾ ചുമരുകൾ ഛേദിച്ച് ദുനിയാക്കോ നയി ആങ്കോംസെ ദേखेंगे, പുതിയ കണ്ണുകളോടെ ലോകത്തെ നോക്കിക്കാണുമെന്ന് കവി പറയുന്നു. അതായത് കുട്ടികൾ മതിലുകൾ ഭേദിച്ചിട്ട് പുതിയ കണ്ണുകളോട് കൂടി ലോകത്തെ കാണുമെന്ന് കവി പറയുന്നു. തബ് വേ ബോൽ ഉടേംഗെ കി ഉസ് പാർ ഭി മൗസം ഹമാരെ ജൈസാ ഹി ഹേ. തബ് വേ ബോലുടെങ്കി, അപ്പോൾ അവർ പറയും. എന്താണ് പറയുന്നത്? കി എന്തെന്നാൽ, ഉസ് പാർബി അപ്പുറവും, മൗസം കാലാവസ്ഥ, ഹമാരെ ജൈസാഹി ഹേ നമ്മളുടേത് പോലെ തന്നെയാണ്. എന്താണ് കുട്ടികൾ പറയുന്നത്? മറുവശത്തെ കാലാവസ്ഥ നമ്മുടേതിന് സമാനമാണ് എന്ന് കുട്ടികൾ പറയും എന്ന് അവർ പറയും. അദഹ संसार के समस्त മനുഷ്യോं की ഭാവനയും ഉമ്മീദയും और സരൂരത്തെയും സമാൻ ഹേ. അതായത് അവിടെയുള്ള കാലാവസ്ഥയും നമ്മുടേത് പോലെ തന്നെയാണ് എന്നതുകൊണ്ട് കവി ഉദ്ദേശിച്ചത് എന്താണ് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് സംസാർ കെ സമസ്ത മനുഷ്യോं की ഭാവനയും ഉമ്മീദയും और സരൂരത്തെയും സമാൻ ഹേ. ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും വികാരങ്ങളും പ്രതീക്ഷകളും ആവശ്യങ്ങളും ഒന്നു തന്നെയാണ്, സമാനമാണ്, തുല്യമാണ്. സമൂഹത്തിലുള്ള എല്ലാ ആളുകളുടെയും ആവശ്യങ്ങൾ ഒന്നാണ്. അടിസ്ഥാന ആവശ്യങ്ങൾ എല്ലാവർക്കും ഒന്ന് തന്നെയാണ് അല്ലേ? പിന്നെ അവരുടെ പ്രതീക്ഷകൾ, അവരുടെ വികാരങ്ങൾ അതെല്ലാം സമാനമാണ് എന്നാണ് കവി അതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. യഹ് ഏക് അച്ചി കവിത ഹേ, ഇതൊരു വളരെ മനോഹരമായ നല്ല ഒരു കവിതയാണ്. ഇസ്മേം പ്രതീകോം ഓർ ചവിയോം കാ ബഹുതായി ഹേ, ഇതിൽ ചിത്രങ്ങളും അതുപോലെ തന്നെ പ്രതീകങ്ങളും കൊണ്ട് സമ്പന്നമാണ് ഈ കവിത. വളരെ സിമ്പിളായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. മേരെ ദുനിയാ കെ തമാം ബच्चे. നിങ്ങൾക്ക് ഈ കവിതയുടെ ആശയം എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ ഇതുപോലെ 3 പാരാഗ്രാഫായിട്ട് എഴുതുക. ആദ്യം തന്നെ കവിയെക്കുറിച്ച് എഴുതുക, പിന്നെ ആ കവിതയെക്കുറിച്ചൊരാശയം, പിന്നെ അതിൽ നിന്നും എന്താണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന് കൂടെ വെച്ചുകൊണ്ട് നമ്മൾ ആ ആശയം പൂർണ്ണമാക്കി എഴുതുക. തീർച്ചയായും അതിൻ്റെ 4 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഏക് തിനുക്ക എന്ന കവിതയാണ്. ഏക് തിനുക്ക എന്ന് പറഞ്ഞാൽ ഒരു പുൽക്കൊടി എന്നാണ്. ഏക് തിനുക്ക ഒരു പുൽക്കൊടി. അയോധ്യ സിംഹ് ഉപാധ്യായ് അരി ഔതാണ്
ഈ കവിത എഴുതിയിരിക്കുന്നത്. അയോധ്യ സിംഹ ഉപാധ്യായ് അരിയോദ്. അരിയോദ് നമുക്ക് ബ്രാക്കറ്റിൽ കൊടുക്കാം കേട്ടോ. അരിയോദ് ജി സേ ലിഖാ ഹുവ എക് സരൾ കവിത ഹേ തിൻക. അയോധ്യ സിംഹ ഉപാധ്യായ് അരിയോദ് എഴുതിയ ഒരു ലളിതമായ കവിതയാണ് ഏക് തിൻക. ഇസ്മേ കവി മനുഷ്യ കെ ഗമണ്ഡ് കെ ബാരെ മേ കഹത്താ ഹേ. ഇതിൽ കവി മനുഷ്യന്റെ അഹങ്കാരത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഗമണ്ഡ്, അഹങ്കാരത്തെ കുറിച്ചാണ് ഈ കവിതയിലൂടെ കവി പറഞ്ഞിരിക്കുന്നത്. ഏക് ദിൻ കവി ചത്ത് കെ മുണ്ടേർ പർ ഗഡേദേ. കവിക്ക് അഹങ്കാരമുള്ളതായിട്ട് തന്നെയാണ് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഏക് ദിൻ, ഒരു ദിവസം, കവി ചത്ത് കെ മുണ്ടേർ പർ, വീടിന്റെ ടെറസിൽ നിൽക്കുകയായിരുന്നു. ഉസി സമയ ഏക് തിൻക ഉഡ്താ ഹുവ ആയ. ആ സമയത്ത് ഏക് തിൻക, ഒരു പുൽക്കൊടി, ഉഡ്താ ഹുവ ആയ, പറന്നു വന്നു. ആർ ഉൻകി ആങ്കോ മേ ഗിർ പടി. ആർ ഉൻകി, എന്നിട്ട് അത് അദ്ദേഹത്തിന്റെ കണ്ണിൽ വീണു. ആങ്ക് മേ പീഡാ ഹോനെ ലഗി, കണ്ണിന് വേദന ഉണ്ടാവാൻ തുടങ്ങി. और आंग लाल हो गई, കണ്ണ് ചുമന്നു തുടുത്തു. കവി ബഹുത്ത് ബേച്ചേൻ ഹോ ഗയേ, കവി വളരെയധികം ബേച്ചേൻ, വളരെയധികം വിഷമത്തിലായി. ലോഗ് കപ്പടേക്ക് മൂണ്ട് സേ ആങ്ക് സേ തിനുക്ക നിഗാൽന ശുരു കർ ദിയ. അദ്ദേഹം വളരെയധികം വിഷമിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണില് കരട് വീണു. കവി വളരെയധികം അസ്വസ്ഥനായി. ബേച്ചേൻ പറഞ്ഞ അസ്വസ്ഥനാകുക. കവി വളരെയധികം അസ്വസ്ഥനായി. ലോഗ് പറഞ്ഞ ആളുകൾ, ജനങ്ങൾ, കപ്പടേക്ക് ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? വസ്ത്രത്തിന്റെ തുമ്പ് ഉപയോഗിച്ച് ആങ്സെ, കണ്ണിൽ നിന്നും പുൽക്കൊടി എടുക്കാൻ ആരംഭിച്ചു. കവിക്ക് മൻ व्यंग्य करके कवि को सुना दिया कि तुम क्यों इतना गर्व करते थे, तुम्हारा गर्व दूर करने के लिए तो छोटा सा तिनका काफी है. അപ്പോൾ കവിയുടെ മനസ്സ് പരിഹാസ രൂപത്തിൽ കവിയോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇത്രയും അഹങ്കരിച്ചത്? തുമാരാ ഗർവ് ദൂർ കർണേക്കയിലെ, നിന്റെ അഹങ്കാരം ഇല്ലാതാക്കാൻ ഏക് ചോട്ടാസ തിൻക കാഫി ഹെ, ഒരു ചെറിയ പുൽക്കൊടി തന്നെ കൂടുതലാണ്. എന്താണ് പറഞ്ഞത്? നിന്റെ അഹങ്കാരം ഇല്ലാതാക്കാൻ ഒരു ചെറിയൊരു വൈക്കോൽ തുരു, ഒരു ചെറിയ വൈക്കോൽ കഷണം മതി നിന്റെ അഹങ്കാരം ഇല്ലാതാക്കാൻ. പിന്നെ നീ എന്തിനാണ് ഇത്രയും അഹങ്കരിച്ചത് എന്ന് കവിയുടെ മനസ്സ് ചോദിക്കുകയാണ്. മനുഷ്യക്കോ കിസി ഭി സ്ഥിതി മേ ഗർവ് നഹീ കർനാ ചാഹിയേ. മനുഷ്യൻ ഒരു സാഹചര്യത്തിൽ കിസി ബി സ്ഥിതിമേ, ഒരു സാഹചര്യത്തിലും മനുഷ്യൻ എന്ത് ചെയ്യരുത്? അഹങ്കരിക്കരുത്. ഗർവ് നഹീം കർണാ ചാഹി, അഹങ്കരിക്കരുത് എന്നാണ് ഈ കവിതയിലൂടെ കവി നൽകുന്ന സന്ദേശം. ഈ സന്ദേശ് കവിതാസെ മിൽത്തി ഹെ, ഈ സന്ദേശമാണ് കവിതയിലൂടെ ലഭിക്കുന്നത്. കവിതാക്കി ഭാഷ സരൾ ഹെ, കവിതയുടെ ഭാഷ ലളിതമാണ്, വളരെ ലളിതമായ സിമ്പിളായ ഭാഷയാണ്. കവിത നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന രീതിയിലാണ് കവി എഴുതിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ആശയം എഴുതി. ഇതാണ് ഏക് തിനുക്ക എന്ന കവിതയുടെ ആശയം. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കുക. തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ 4 മാർക്ക് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി നമുക്ക് അടുത്തത് നോക്കാം. പൈദൽ ചൽത്താ ഹുവ ആത്മി, കാൽനടയായി നടക്കുന്നത് അല്ലേ. പൈദൽ ചൽത്താ ഹുവ ആത്മി. പൈദൽ ചൽത്താ ഹുവ ആത്മി എന്ന കവിതയുടെ ആസ്വാദന ടിപ്പണിയാണ് നമ്മൾ നോക്കുന്നത്. കവി സ്വപ്നിൽ ശ്രീവാത്സവ് की कविता पैदल चलता हुआ आदमी आम आदमी की ताकत और महत्व को बताती है. കവി സ്വപ്നിൽ ശ്രീവാത്സവ് की കവിത, കവി സ്വപ്നിൽ ശ്രീവാത്സവിൻ്റെ കവിതയായിട്ടുള്ള പൈദൽ ചൽത്താ ഹുവ ആത്മി എന്ന കവിതയിൽ സാധാരണക്കാരൻ്റെ ശക്തിയും പ്രാധാന്യവുമാണ്, അതിൻ്റെ മഹത്വമാണ് ഇവിടെ പറയുന്നത്. സാധാരണക്കാരൻ്റെ ശക്തിയുടെയും അതുപോലെ തന്നെ പ്രാധാന്യം, ആത്മിക്ക് താക്കത്തോർ മഹത്വത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ കവിതയിൽ വളരെ പ്രധാനമായിട്ട് എടുത്തു കാണിക്കുന്നത് ആം ആത്മി പറഞ്ഞ സാധാരണ ജനം, സാധാരണക്കാരുടെ ശക്തിയും മഹത്വവുമാണ് ഇതിലൂടെ എടുത്തു കാണിക്കുന്നത്. കവി कहता है कि, കവി പറയുന്നു, ജബ് ബഡേ ലോഗ് അപ്പനി കാറോ മേ ബഡ്കർ ചലത്തെ ഹെ തോ വേ പൈദൽ ചലനെ വാലെ ഗരീബ് ആദ്മി കോ തുച്ഛ സമജ്തേ ഹെ.
ധനികരായിട്ടുള്ള ആളുകൾ അവരുടെ സ്വന്തം കാറുകളിലിരുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് വേ പൈതൽ ചലനെ വാലെ ഗരീബ് ആത്മി, അവർ കാൽനടയായിട്ട് പോകുന്ന ദരിദ്രരായ ആളുകളെ തുച്ഛ സമസ്തേ, അവർ തുച്ഛരാണ്. ദരിദ്രരായ ആളുകളെ അവർ പുച്ഛത്തോടു കൂടി കാണാണ്. അവര് എങ്ങനെയാണ്? ഒരു തുച്ഛ വ്യക്തിയായിട്ട് പുച്ഛത്തോടു കൂടിയിട്ട് കാണുന്നു. തുച്ഛ സമസ്തേഹേ परंतु असल में वही आदमी सबसे ज्यादा मेहनती और शक्तिशाली है. എന്നാൽ അസൽ മേ വാസ്തവത്തിൽ വഹി ആത്മി, ആ മനുഷ്യൻ സബ്സേ ജ്യാദ ഏറ്റവും കൂടുതൽ, സബ്സേ ജ്യാദ ഏറ്റവും കൂടുതൽ, മേഹനത്തി വളരെയധികം കഠിനാധ്വാനി, മെഹനത്തി പറഞ്ഞാൽ കഠിനാധ്വാനം ചെയ്യുന്നവൻ, പരിശ്രമിക്കുന്നവൻ, വളരെയധികം പരിശ്രമിക്കുന്നവനും ശക്തിശാലി ശക്തനുമാണ്. वही अनाज उगता है, घर बनाता है और समाज को चलाता है. അവർ തന്നെയാണ് ധാന്യം ഉൽപ്പാദിപ്പിക്കുന്നത്, നമുക്ക് കഴിക്കാനുള്ള അനാജ് ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതൊക്കെ ആരാണ്? ആ സാധാരണ ജനങ്ങൾ, ദരിദ്രരായിട്ടുള്ള ആളുകൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? കൃഷി ചെയ്യുന്നത്, അല്ലേ? ധാന്യം ഉൽപ്പാദിപ്പിക്കുന്നത്, വിളവുണ്ടാക്കുന്നത്. ഘർ ബനാത്താ ഹെ, വീടുണ്ടാക്കുന്നത്, നമുക്ക് വേണ്ട വീടുകൾ, കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുന്നത് സാധാരണ ജോലിക്കാരാണ്. അവർ സമാജിക്കോ ചലാത്താഹെ, അവർ തന്നെയാണ് സമൂഹത്തെ മുമ്പോട്ട് നയിക്കുന്നത്. സമൂഹത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് അതിനെ മുമ്പോട്ട് നയിക്കുന്നത് ഈ നമ്മൾ തുച്ഛമായിട്ട് കരുതുന്ന, നമ്മൾ പുച്ഛത്തോടെ കാണുന്ന ആളുകൾ തന്നെയാണ്. അഗർ വഹ് കാം കർണ ബന്ദ് കർ ദേ തോ അമീർ ലോഗോं का ജീവൻ രുക് ജായേഗാ. ഒരു പക്ഷേ അവർ കാം കർണ, അവരുടെ ജോലി, അവർ ജോലി ചെയ്യുന്നത് ബന്ദ് കർ ദേത്തോ, നിർത്തിവെക്കുകയാണെങ്കിൽ, അവർ അവരുടെ ജോലി നിർത്തിയാൽ അമീർ ലോകോങ്ക, സമ്പന്നരുടെ ജീവിതം രുക്ക് ജായക, സ്തംഭിക്കും. സമ്പന്നരുടെ ജീവിതമാണ് നിലയ്ക്കാൻ പോകുന്നത്. സാധാരണ ജനങ്ങൾ, ദരിദ്രരായിട്ടുള്ള ആളുകൾ, കൂലിപ്പണി ചെയ്യുന്നവർ, കൃഷിപ്പണി ചെയ്യുന്നവർ, അവരെല്ലാം അവരുടെ ജോലി നിർത്തിക്കഴിഞ്ഞാൽ വിഷമത്തിലാകാൻ പോകുന്നത്, ജീവിതം സ്തംഭിക്കാൻ പോകുന്നത് അമീർ ലോകോങ്ക, ധനികരായ ആളുകളുടേതാണ്. इस प्रकार कवि हमें यह दिखाता है कि हमें किसी को छोटा नहीं समझना चाहिए. അങ്ങനെ ഈ കവിതയിലൂടെ കവി നമ്മളെ സിഖാത്താഹെ, നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വച്ചാൽ, ഹമേ കിസിക്കോ ചോട്ടാ നഹി സമജ്നാ ചാഹിയെ, നമ്മൾ ആരെയും ചെറിയവനെന്ന് കരുതരുത്, നമ്മൾ ആരെയും കുറച്ച് കാണരുത്. അവൻ പിന്നെ എന്താ പറയുക, താഴ്ന്നവനാണ്, അവൻ കൊള്ളരുതാത്തവനാണ്, അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ആരെയും ചെറുതായിട്ട് കാണരുത്. ചോട്ടാ നഹി സമജ്നാ ചാഹിയെ, പുച്ഛത്തോടുകൂടി അങ്ങനെയുള്ള ഒന്നിനും കൊള്ളാത്ത ആളാണ് എന്ന രീതിയിൽ പുച്ഛത്തോടെ നമ്മൾ ആരെയും മനസ്സിലാക്കരുത്, ആരെയും നമ്മൾ അങ്ങനെ കാണരുത്, കുറഞ്ഞവനായിട്ട് കാണരുത്. ക്യോങ്കി ഹർ വ്യക്തി അപ്നെ കാം സെ സമാജ് കെ ലിയെ ജരൂരി ഓർ സമ്മാൻ കെ യോഗ്യ ഹെ. ക്യോംകി, എന്തുകൊണ്ടെന്നാൽ ഹർ വ്യക്തി, ഓരോ വ്യക്തിയും അപ്പനെ കാംസെ, സ്വന്തം പ്രവൃത്തി കൊണ്ട്, സ്വന്തം ജോലി കൊണ്ട്, അവർ ഓരോരുത്തർക്കും ഓരോരോ കഴിവുകൾ ഉണ്ടായിരിക്കും, അല്ലേ? അപ്പം തങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ കൊണ്ട് സമാജ് കേലിയെ, സമൂഹത്തിന് വേണ്ടി, ജരൂരി ഓർ സമ്മാൻ കെ യോഗ്യ ഹെ, അവര് സമൂഹത്തിൽ, സമാജ് കേലിയെ, സമൂഹത്തില് ജരൂരി और സമ്മാൻ കെ യോഗ്യ, സമ്മാൻ പറഞ്ഞ ബഹുമാനം, ബഹുമാനത്തിന് അർഹരാണ്. സമൂഹത്തിന് ഓരോരുത്തരും, ജരൂരി പറഞ്ഞ അത്യാവശ്യം, പ്രധാനം, ഓരോരുത്തരും സമൂഹത്തിന് പ്രധാനപ്പെട്ടവനും അതുപോലെ തന്നെ ബഹുമാനത്തിന് അർഹരും കൂടെയാണ്. ഓരോ ആളുകളും അവരവരുടേതായിട്ടുള്ള കഴിവുകൾ കൊണ്ട് വലിയവൻ തന്നെയാണ്, അവൻ സമൂഹത്തിന് പ്രധാനപ്പെട്ടവനും ബഹുമാനത്തിന് അർഹനുമായിട്ടുള്ളവനാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെയും നമ്മൾ ചെറുതായി കാണരുത് എന്നാണ് കവി ഈ കവിതയിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും പൈതൽ ചൽത്താ ഹുവ ആത്മി എന്ന കവിതയുടെ ആശയം പഠിക്കുക. ഇനി നമ്മൾ അവസാനമായിട്ട് നോക്കാൻ പോകുന്നത് സിലാ ബിൻതി ലഡ്കിയാം എന്ന കവിതയുടെ ആശയമാണ്. സിലാ ബിൻതി ലഡ്കിയാം. സിലാ ബിൻതി ലഡ്കിയാം എന്ന് പറഞ്ഞാൽ നെൽക്കതിരുകൾ പെറുക്കുന്ന പെൺകുട്ടി.
നെൽക്കതിരുകൾ പെറുക്കുന്ന പെൺകുട്ടികളാണ് സിലാ ബിൻതി ലഡ്കിയ. ശ്രീ ഏകാന്ത് ശ്രീവാത്സവ് ഹിന്ദി സാഹിത്യ കെ ലേഖകോ മേ പ്രമുഖ ഹെ. ഏകാന്ത് ശ്രീവാത്സവ് ആണ് ഈ സിലാ ബിൻതി ലഡ്കിയ എന്ന കവിത എഴുതിയത്. ഏകാന്ത് ശ്രീവാത്സവ് ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖ എഴുത്തുകാരനാണ്. ഈ കവിത സിലാ മിൽനെ വാലി ലഡ്കിയോं के मेहनत और खुशी का बहुत सरल चित्रण करती है. സിലാ ബിൻതി ലഡ്കിയ എന്ന ഈ കവിത, നെൽക്കതിരുകൾ പെറുക്കിയെടുക്കുന്ന പെൺകുട്ടികൾ എന്ന ഈ കവിത പെൺകുട്ടികളുടെ കഠിനാധ്വാനത്തിന്റെയും സന്തോഷത്തിന്റെയും ലളിതമായ ഒരു ചിത്രീകരണമാണ് നടത്തുന്നത്. धान कटने के बाद गेत गाली हो जाते हैं, लेकिन जब ये लड़कियां आती है तो गेत फिर से जीवंत हो उठते हैं. നെല്ല് കൊയ്തതിന് ശേഷം വയലുകൾ ശൂന്യമാണ്. ലേക്കിൻ എന്നാൽ ജബ് യേ ലഡ്കിയാം ആത്തി ഹെ, ഈ പെൺകുട്ടികൾ വന്നപ്പോൾ ഗേത്ത് ഫിർസേ ജീവൻ തൊടുത്തേ ഹെ, വയലിന് വീണ്ടും ജീവനുള്ളതായി തീരുന്നു. കവി ഉന്നെ രംഗ് ബിരംഗി ചിടിയോ ജൈസാ ബതാത്തെ ഹെ ജോ ഏക് ഗേത്ത് സേ ദൂസരെ ഗേത്ത് മേ ജാത്തി ഹെ. ഒരു വയലിൽ നിന്നും മറ്റൊരു വയലിലേക്ക് പോകുന്ന ആ പെൺകുട്ടികളെ കവി ഇവിടെ രംഗ് ബിരംഗി വർണ്ണാഭമായിട്ടുള്ള ചിടിയോംസെ പക്ഷികളോടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്. वे दान की बालियों को पहचान कर प्यार से चुनती है. അവർ ഈ ധാന്യത്തിന്റെ, അതായത് നെൽക്കതിരുകൾ, ദാൻ കി ബാലിയ പറഞ്ഞ നെൽക്കതിരുകൾ തിരിച്ചറിഞ്ഞ് സ്നേഹത്തോടെ അവർ പെറുക്കിയെടുക്കുന്നു. ഏത് ഇനം നെല്ലാണ് എന്ന് അവരതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവരതിനെയൊക്കെ സ്നേഹത്തോടെ പെറുക്കിയെടുക്കുന്നു. ധൂപ് മേ ഉൻകി ഹൻസി ഓർ ഗുൻഗുനാഹട്ട് ഗേത്തോ കോ ഖുഷിയോ സെ ഭർ ദേത്തി ഹെ. ധൂപ് വെയിലിലും അവരുടെ ചിരിയും അതുപോലെ തന്നെ മൂളിപ്പാട്ടും വയലിനെ ഖുഷിയോം സെ ഭർ ദേത്തി ഹെ, വയലിനെ സന്തോഷഭരിതമാക്കി നിർത്തുന്നു. അതായത് ഈ നല്ല പൊരി വെയിലിലും നല്ല കഠിനമായിട്ടുള്ള വെയിലിലും ഈ പെൺകുട്ടികളുടെ ചിരിയും അതുപോലെ തന്നെ അവരുടെ സന്തോഷവും ആ വയലിനെ പോലും വളരെയധികം സന്തോഷഭരിതമാക്കി നിർത്തുന്നു എന്നാണ് പറഞ്ഞത്. ഉനക്കെ ബാലോമേം ലഗേ കനേർ കെ ഫൂൽ ഓർ ചേഹരോ കി ചമക് ഉനക്കെ ഉത്സാഹ് കോ ദിഖാത്തെ ഹെ. അവരുടെ മുഖത്തെ തിളക്കവും അതുപോലെ തന്നെ ഉനക്കെ ബാലോമ, അവരുടെ തലയിൽ വെച്ചിട്ടുള്ള കനേർക്കെ ഫൂൽ, കനേർ പൂക്കളും അവരുടെ മുഖത്തുള്ള തിളക്കവും അവരുടെ ഉത്സാഹത്തിനെയാണ് കാണിക്കുന്നത്. ദോഡാസ അനാജ് മിൽനെ പർ ഭി വേ സന്തോഷ് സെ ഗർ ലൗട്ട് ജാത്തി ഹെ. അല്പം ധാന്യം ലഭിച്ചിട്ട് പോലും അവർ വളരെയധികം സന്തോഷത്തോടെയാണ് വീട്ടിലേക്ക് മടങ്ങുന്നത്. ഉനക്കെ ജാനെ കെ ബാദ് ഭി ഗേത്തോ മേ ഉനക്കി ഉപസ്ഥിതി കി മിഠാസ് ദേർ തക് ബനി രഹത്തി ഹെ. അവർ വീട്ടിലേക്ക് പോയതിനു ശേഷവും അവരുടെ ഒരു സാന്നിധ്യം വയലിൽ തങ്ങി നിൽക്കുന്നു. कविता का संदेश है कि समाज में संघर्ष करने वालों की स्थिति को बदलने की आवश्यकता है. കവിതയുടെ സന്ദേശം ഇതാണ്: സമൂഹത്തിൽ സംഘർഷം അനുഭവിക്കുന്നവരുടെ സ്ഥിതി ബദൽനേക്ക് ആവശ്യകത ഹെ, അവരുടെ അവസ്ഥയിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ട്, മാറ്റം വരുത്തേണ്ടത് ആവശ്യമാണ് എന്നാണ് പറഞ്ഞത്. കവിത മേ ലഡ്കിയോं के संघर्ष को दिखाकर नारी सशक्तिकरण की आवश्यकता पर भी बल दिया है. പെൺകുട്ടികളുടെ ഈ പോരാട്ടം, അതായത് വളരെ പൊരിവെയിലിൽ ഇരുന്നു കൊണ്ട് നെൽക്കതിരുകൾ പെറുക്കിയെടുക്കുന്ന പെൺകുട്ടികളെ ഇവിടെ എടുത്തു കാണിച്ചിരിക്കുന്നതിലൂടെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ആവശ്യകത കൂടിയാണ് ഈ കവിതയിലൂടെ കവി ഊന്നി പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ സിലാ ബിൻതി ലഡ്കിയാം എന്ന കവിതയുടെ ആശയം വരുന്നത്. എല്ലാവരും സിലാ ബിൻതി ലഡ്കിയാം എന്ന കവിതയുടെ ആശയം എഴുതി പഠിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇതിൻ്റെ 4 മാർക്ക് നേടാൻ പറ്റും. ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ, ഏതെങ്കിലും നോട്ടോ കാര്യങ്ങളോ എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് തന്നെ ക്ലാസ് എടുത്തു തരുന്നതായിരിക്കും. നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകളോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തീർച്ചയായും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് ചെയ്തു തരുന്നതാണ്. ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.